ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിൻ്റെ ഫേസ് നമുക്ക് ഹെയർ ക്ലിപ്പിൽ അങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഹെയർ ക്ലിപ്പിൽ മാത്രമല്ല നമുക്കിതുപോലെ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസിൻ്റെ ക്യാറ്റിൻ്റെ ഫേസിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫേസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് യാണാണ്. ഏത് കളർ യാണാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 4playയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് യാണായാലും കുഴപ്പമില്ല. ഞാനിവിടെ 4play ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ 2 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിക്ക് ചെയ്യണേക്കാളും നല്ലത് നമുക്കത് തുന്നി കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഉറപ്പിൽ അവിടെ നിന്നോളും. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒക്കെ എപ്പോഴും അതിങ്ങനെ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ബീഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് സ്റ്റിച്ച് മാർക്കേഴ്സുമാണ് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ ഒരു ക്ലിപ്പും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഈ ഹുക്കുള്ള ചെയിൻ ഇത് നമ്മൾ ലൂപ്പായിട്ട് കൗണ്ട് ചെയ്യും. തൊട്ടടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ചെയിനിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. രണ്ടോർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. രണ്ടോർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇനി ഞാൻ സെയിം ചെയിനിൽ തന്നെയാണ് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയിനിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ലാസ്റ്റ് ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നുണ്ട്. ലാസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഫസ്റ്റ് ചെയിനിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലാസ്റ്റ് ചെയിൻ. നമ്മൾ ഈ ലാസ്റ്റ് ചെയിൻ എത്തുന്ന വരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. രണ്ടോർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. രണ്ടോർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. രണ്ടോർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ രണ്ടോർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ബാക്കി എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ചെയിനിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. ആ ചെയിൻ വരെ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഈ ലാസ്റ്റ് സിംഗിൾ ക്രോഷേ ആണ് ഈ ലാസ്റ്റ് ചെയിനിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് സെയിം സ്പേസിൽ 4 എണ്ണം കൂടി ചെയ്യണം. അങ്ങനെ ടോട്ടൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ആണ് ഈ ഒരു സെയിം സ്പേസിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 1 ചെയ്തു. സെക്കൻഡ് ചെയ്യാം. രണ്ടാമത്തെ ചെയ്തു. 3 4 5. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രം വെച്ചാൽ മതി. അല്ലാത്തവരാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക.
തേർഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെവൻത്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇവിടെ 7 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. ലാസ്റ്റ് ചെയിനിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിൽ നമുക്ക് 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം. 1 2 3 4. അതിലോ ലാസ്റ്റ് ചെയിനിലോ നമ്മൾ 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ സിംഗിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതാണ് കിട്ടുക. ഇനി നമുക്ക് റൗണ്ട് 2 ചെയ്യാം. റൗണ്ട് 2 ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. ഇനി സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു DC ആണ് ചെയ്യുന്നത്. ഞാനവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. ഞാനവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയിൻ 2 ചെയ്തു. സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ തൊട്ടടുത്ത ചെയിനിലും നമ്മൾ 2 DC ചെയ്ത് കൊടുക്കാം. ഇവിടെ DC ആണ് ചെയ്തത്, സിംഗിൾ ക്രോഷേ എന്ന് പറഞ്ഞു പോയി അറിയാതെ. അപ്പോൾ നമ്മൾ 2 DC ചെയ്യുക. അപ്പോൾ 2 ചെയിൻ ചെയ്തു, ഒരു DC ചെയ്തു. അടുത്ത ചെയിനിൽ 2 DC ചെയ്തു. ഇനി നമുക്ക് 7 DC ആണ് ചെയ്യാനുള്ളത്. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള 7 എണ്ണത്തിലും ചെയ്ത് കൊടുക്കുക. 1 2 മൂന്നാമത്തേലും ഒരു DC ചെയ്യുക. 3 നാലാമത്തേലും ഒരു DC ചെയ്യുക. 4 ഫിഫ്ത്ത് വണ്ണിലും ഒരു DC ചെയ്യുക. 6th വണ്ണിലും ഒരു DC ചെയ്യുക. 7th വണ്ണിലും ഒരു DC ചെയ്യുക. അപ്പോൾ നമ്മൾ 7 DC ചെയ്തു. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലാണ്. ഇവിടെ നമ്മൾ ഓരോ ചെയിനിലും ഈ 5 ചെയിനിലും 2 എണ്ണം വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു DC ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ സെയിം തന്നെ ഒരു DC കൂടി ചെയ്യുക. അപ്പോൾ ഒന്ന് തന്നെ ഫസ്റ്റ് ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിലും 2 DC ചെയ്യുക. 1 2. തേർഡ് ചെയിനിലും 2 DC ചെയ്യുക. 1 2. ഇനി ഫോർത്ത് ചെയിനിലും 2 DC ചെയ്യുക. 1 2. ഇനി ഫിഫ്ത്ത് ചെയിനിലും 2 DC ചെയ്യുക. അതിന് നമ്മൾ 5 ചെയിനിനെ 2 DC 5 സിംഗിൾ ക്രോഷേനെ 2 DC 2 DC എന്ന് പറഞ്ഞിട്ട് 10 DC ആയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിൽ ഒരു DC ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ നമുക്കൊരു ഹാഫ് DC ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ഒരു ഫേസിൻ്റെ ഈ ഒരു കേവ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക. നേരത്തെ ചെയ്തതിൻ്റെ റിട്ടേൺ പാറ്റേൺ ആണ്, ഓപ്പോസിറ്റ് പാറ്റേൺ ആണ്. ഹാഫ് DC ചെയ്യുക. പിന്നെ ഒരു DC ചെയ്യുക. ഇനി നമ്മൾ
ഒരു DC, ഒരു ഹാഫ് DC, ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സ്ലീപ്പ് ഇത് ചെയ്തു. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് DC, ഒരു DC ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് വരുന്ന 4 സ്റ്റിച്ചസ് ആണ് നമുക്ക് ബാലൻസ് വരുന്നത്. ഈ 4 സ്റ്റിച്ചിലും നമുക്ക് രണ്ടെണ്ണം വീതം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 DC ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിലും 2 DC ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും 2 DC ചെയ്യാം. ഫോർത്ത് സ്റ്റിച്ചിലും 2 DC ചെയ്യാം. നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ ചെയ്ത ആ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഫേസാണ് കിട്ടുക. നമ്മൾ തേർഡ് ചെയിൻ ചെയ്യാണ്. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി ചെയ്തു. അടുത്ത ചെയിനിലും നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്ലീപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഹാഫ് DC ചെയ്യുക. യാണവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഒരു ഹാഫ് DC ചെയ്യുക. ഒരു DC ചെയ്യുക. സെയിം തന്നെ ഒരു DC ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് DC ചെയ്ത സെയിം സ്പേസിൽ തന്നെ ഒരു DC ചെയ്യുക. ഇനി നമുക്ക് ഇവിടുന്ന് 2 ചെയിൻ ചെയ്യുക. 1 2 2 ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സെയിം തന്നെ ഒരു DC ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ സെയിം സ്പേസിൽ തന്നെ ഒരു DC ചെയ്യുക. പിന്നെ നമുക്കൊരു ഹാഫ് DC ചെയ്യാം. ഇതിൻ്റെ ഇയർ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ സെയിം സ്പേസിൽ തന്നെയാണ് നമ്മൾ ഇത്ര സ്റ്റിച്ചസ് ചെയ്തത്. ഒരു ഹാഫ് DC ചെയ്തു, ഒരു DC ചെയ്തു, 2 ചെയിൻ ചെയ്തു, അതിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഒരു ഹാഫ് DC ചെയ്തു, ഒരു DC ചെയ്തു, പിന്നെ ഒരു ഹാഫ് DC, ലാസ്റ്റ് ഒരു ഹാഫ് DC ചെയ്തു. തൊട്ടടുത്ത ചെയിനിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 അടുത്ത ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 2 അടുത്ത ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 3 അടുത്ത ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 4 അടുത്ത ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 5 അടുത്ത ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 6 ഈ 6 മാർക്ക് റിമൂവ് ചെയ്യുക കേട്ടോ. അടുത്ത ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 7 അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് 7 ചെയിനിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയിനിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഹാഫ് DC ചെയ്യുക. സെയിം സ്പേസിൽ ഒരു DC ചെയ്യുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു സെയിം സ്പേസിൽ ഒരു DC ചെയ്യുക. പിന്നെ ഒരു ഹാഫ് DC ചെയ്യുക. അടുത്ത ഇയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഫസ്റ്റ് റൗണ്ടിൽ സ്റ്റാർട്ടിങ് എത്തുന്ന വരെ നമുക്ക് ഇങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് എത്തുന്ന വരെ ഇങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സ്ലീപ്പ് സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫേസ് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീപ്പ് സ്റ്റിച്ചിൻ്റെ റൗണ്ട് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ ക്രോഷ്യ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേൺ മാറിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സ്ലീപ്പ് സ്റ്റിച്ചിൽ നിന്നുള്ള ഒരു പാറ്റേൺ ചെയ്യാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് എഴുതി വെക്കുക. ഓരോ റൗണ്ടും എഴുതി വെക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്തത് 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് 10 ചെയിൻ സ്റ്റിച്ച് ഇടാം. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് അത് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം സെക്കൻഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ഓരോ റൗണ്ടും നമ്മളിങ്ങനെ എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മളെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ ചെയിനിലും ഓരോ സ്ലീപ്പ് സ്റ്റിച്ച് എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെയ്തെടുക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണിത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു യാണിനെ ആദ്യം ഇങ്ങനെ മുകളിലേക്ക് വലിക്കുക, പിന്നെ അതിനെ താഴത്തേക്ക് വലിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ടൈലൻഡ് എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാക്ക് സൈഡിലേക്ക് ലൂപ്പ് ഇട്ടിട്ട് കെട്ടിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ യാൺ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ആ യാണിൻ്റെ കൂടെ കൂട്ടി കെട്ടിക്കെടുത്തിട്ടുണ്ട്. ഈ യാണെന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ സ്ലിപ്പ് നോട്ടിൻ്റെ കൂടെ കുറച്ച് ടൈലൻഡ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ടൈലൻഡാണ് ബാക്ക് സൈഡിൽ എനിക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിൽ എടുത്തതുകൊണ്ടാണ് അതവിടെ കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് എവിടെയെങ്കിലും ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനുള്ളത് എൻ്റെ കണ്ണും അതുപോലെ നോസ് ആ ഒരു ഇതൊക്കെ വെക്കാനാണ്, മീശ പോലത്തെ ഭാഗങ്ങളൊക്കെ വെക്കാനാണ്. ഫസ്റ്റ് ഞാനിവിടെ കണ്ണാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഇളകി പോരൂല. നമ്മളെപ്പോഴും സ്റ്റിക്ക് ചെയ്യുമ്പം ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാഫ് പേൾ. പക്ഷെ ഹാഫ് പേൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കുട്ടികളൊക്കെ യൂസ് ചെയ്യല്ലേ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അത് ഇളകിപ്പോരും, പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പോരും. നമ്മൾ ഈ ഒരു ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്നവർക്കും തന്നെ 2 ദിവസം യൂസ് ചെയ്തിട്ട് ഇത് ഇളകി പോരുമ്പോൾ അവരും നമുക്ക് വിചാരിക്കുമോ ഇത് എന്ത് പെട്ടെന്ന് ഇളകി പോകും. നമ്മൾ ഏത് ഗം അടിച്ച് ഒട്ടിച്ചാലും പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പോരും. അപ്പോൾ ഞാൻ എപ്പോഴും ഷൂസിലായാലും ഡ്രസ്സിലായാലും എന്തായാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്യാറ്. എനിക്ക് ഈ സ്റ്റിക്ക് ചെയ്യുന്നത് ഞാൻ അങ്ങനെ റെഫർ ചെയ്യാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ബേബീസൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഊരിപ്പോന്ന് അവർ വായിലിടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിക്ക് ചെയ്താൽ മതി. ഹാഫ് പേൾ ആണെങ്കിൽ ഹാഫ് പേൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഹാഫ് പേൾ അല്ല ബീഡ്സ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബീഡ്സ് വേണമെങ്കിൽ ഇതിൻ്റെ ചെറിയ സൈസിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാലൻസ് വരുന്ന യാണുണ്ടല്ലോ 1-2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നല്ലൊരു സെക്യൂർ പോലെ നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1-2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ. ഒരു ബാക്ക് സൈഡിൽ യാണുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളത് മറ്റേ ഒരു ഇത് വെച്ചിട്ട് ഫൈബർ വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ബാക്ക് സൈഡത്തെ യാണൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ആവും ക്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ കണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ നോസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വി സ്റ്റിച്ചിൽ വി മോഡലിൽ ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിലും ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഫേസ് നോസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു വൈ ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം വി ചെയ്തു, എന്നിട്ട് അടിയിലേക്ക് ഈ സൂചി ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒരു വൈ ഷേപ്പിൽ നമുക്കതിൻ്റെ നോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മീശ ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഞാൻ ബ്ലാക്ക് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിൻ്റെ ഫേസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 2-3 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കളേഴ്സിൽ നമുക്കിത് ചെയ്യാം. അതിൻ്റെ ബാക്കിൽ നമുക്ക് ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യുക. അതല്ല ഫ്രോക്കിലോ അല്ലെങ്കിൽ ടീഷർട്ടിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബേബീസിൻ്റെ ഷർട്ടിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.